ഹായ്, ഞാൻ ബി സി അജി, ലവലാഷസ് മേക്കപ്പ് സ്റ്റുഡിയോ കോതമംഗലം. ഇന്ന് എൻ്റെ അടുത്ത് വന്ന ഒരു കസ്റ്റമറുടെ പിമ്പിൾ ട്രീറ്റ്മെൻറ്റിനെ കുറിച്ചിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് ചോദിച്ചറിയാം. എത്ര നാളായി വന്നിട്ട്? 1 year ആയി. അപ്പോൾ ട്രീറ്റ്മെൻറ്റ് മുമ്പ് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞു, പക്ഷെ തിരിച്ചു വരും. അങ്ങനെ തിരിച്ചു വരുന്നതാണ്. പക്ഷെ നമ്മളിത് ഇടയ്ക്കിടയ്ക്ക് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ വെള്ളം നന്നായിട്ട് കുടിക്കുക. ഒരു പാർലറിൽ എപ്പോഴും പോകാൻ പറ്റിയില്ലെങ്കിൽ പോലും നിങ്ങൾ അതിൻ്റെ ഹോം കെയർ കറക്റ്റായിട്ട് കൊണ്ടുപോകും. എന്നിട്ട് വന്ന സമയത്ത് എന്നാണോ ആ വന്ന സമയത്ത് നമ്മുടെ അടുത്ത് വന്ന് ഒരു ട്രീറ്റ്മെൻറ്റ് പിന്നെയും ചെയ്യാം. അല്ലാതെ ഇത് എന്നും നമ്മുടെ അടുത്ത് വരാനല്ല പറയണേ. ഇത് നമ്മളുമായിട്ടൊരു ബന്ധം കൊണ്ടിടയ്ക്ക് ഇടയ്ക്കൊന്ന് വന്ന് ഇത് ചെയ്യാം. ഫസ്റ്റ് ഞാൻ പറ്റുന്നുണ്ടെങ്കിൽ ഒരു ഫുഡ്സിൻ്റെ ഡയറ്റ് എടുക്കുക. അതായത് ഓയിലി ഫുഡ് കുറച്ച് നാളത്തേക്കൊന്ന് കുറച്ചെടുക്കുക. വറുത്തതും പൊരിച്ചതൊന്നും മതി. രണ്ടാമത്തത് ഹോം കെയർ പ്രോഡക്ട്സ്. അതൊരു ഫസ്റ്റ് ക്ലൻസിങ് ചെയ്യാം. ക്ലൻസിങ് ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓയിലിയുടെ പ്രോഡക്റ്റ് ഒന്നും ഉപയോഗിക്കാതെ ഫോമിങ് ജെല്ലുകൾ കിട്ടും. ഓയിൽ നന്നായിട്ട് പോകാൻ പറ്റും. ക്ലൻസിങ് വൈകുന്നേരം നേരത്തെ ഡബിൾ ക്ലൻസിങ് ഉള്ളൊരു പ്രൊസീജിയർ ഉണ്ട്. അതായത് നമ്മൾ മേക്കപ്പ് ഇട്ട് കഴിഞ്ഞ് കഴിയുമ്പോൾ ആ മേക്കപ്പ് റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളൊരു നോർമൽ ക്ലൻസർ ആയാലും കുഴപ്പമില്ല. നമ്മൾ മേക്കപ്പ് കംപ്ലീറ്റ് ചെറിയ മസാജ് ചെയ്തിട്ട് അത് റിമൂവ് ചെയ്യാം. അതിനുശേഷം ഫോമിങ് ആയിട്ടുള്ള ആ ഒരു ഫേസ് വാഷ് ഉപയോഗിച്ചിട്ട് ചെയ്യുകയാണെങ്കിൽ ചെറിയ ചൂടുവെള്ളത്തിൽ ഫേസ് കഴുകുകയാണെങ്കിൽ ഓയിൽ കുറേ കൺട്രോൾ ചെയ്യാൻ പറ്റും. അപ്പം എന്ന് വെച്ചാൽ ഡെഡ് സെൽസ് പോകില്ല. നമ്മളല്ലാതെ അറിയാലോ, ഈ ഓയില് കൂടുതൽ ഫേസിൽ നിൽക്കുമ്പോൾ എല്ലാ പൊടികൾക്കൊക്കെ ഈ ഫേസിൽ പിടിച്ചിരിക്കുന്നുണ്ടാവും. ഡെഡ് സെൽസും ഉണ്ടാവും. അത് കളയാനാണ് ഈ ഡബിൾ ക്ലെൻസിങ് വൈകുന്നേരം ചെയ്യാൻ പറയുന്നത്. അപ്പോൾ അത് വളരെ നന്നായിട്ട് ഇരിക്കും. പിന്നെ ഒരു നല്ല മോയ്സ്ചറൈസർ യൂസ് ചെയ്യാം. മോയ്സ്ചറൈസർ യൂസ് ചെയ്യുമ്പോൾ എപ്പോഴും നോക്കേണ്ടത് വാട്ടർ ബേസ്ഡ് മോയ്സ്ചറൈസർ യൂസ് ചെയ്യാം. പിന്നെ ജെൽ ബേസ് ആയിട്ടുള്ള സൺ പ്രൊട്ടക്ഷൻ കിട്ടും, അത് ഉപയോഗിക്കും. ഇതിന് ഏറ്റവും പ്രധാനം എന്ന് വെച്ചാൽ ധാരാളം വെള്ളം കുടിക്കാം. നമ്മുടെ ഈ അഴുക്കൊക്കെ ശരീരത്തിൽ നിന്ന് പോയി കഴിയുമ്പോൾ ഇത് വരും. 2 കാരണം കൊണ്ട് അതിങ്ങനെ വരാൻ കാരണം, ഒന്ന് ഡാൻഡ്രഫ് ഉണ്ടെങ്കിൽ, ഒന്ന് ഹോർമോൺ വേരിയേഷൻ, PCOD അങ്ങനെ എന്തെങ്കിലും. അപ്പൊ അതിന് ഒന്നും മെഡിസിൻ ഒന്നും എക്സസൈസ് എന്തെങ്കിലും ഇതിന്റെ കൂടെ പോവുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്ക് റിസൾട്ട് വരും. നമുക്കിതൊക്കെ ഇപ്പൊ ഇത് ഫസ്റ്റ് ഉള്ള ട്രീറ്റ്മെന്റ് കഴിഞ്ഞിട്ട് ഇതാണ് ഈ കുട്ടിയുടെ ഫേസിലെ പിമ്പിൾസ്. അത് നമുക്ക്